പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം അതിദാരുണമായിരുന്നു. ഇന്ന് ഒരു പുതിയ വാർത്ത വന്നിരിക്കുന്നു. അവിടെ സീനിയർ വിദ്യാർത്ഥികൾ 2 പേര്, മറ്റ് ജൂനിയർ വിദ്യാർത്ഥി 31 പേര്, 33 പേർക്കെതിരായിട്ടുള്ള ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വൈസ് ചാൻസലർ റദ്ദ് ചെയ്തിരിക്കുന്നു. ഡോക്ടർ പി സി ശശീന്ദ്രൻ എന്ന വൈസ് ചാൻസലറാണ് ആ ആന്റി റാഗിംഗ് കമ്മിറ്റി റിപ്പോർട്ട് റദ്ദ് ചെയ്തിരിക്കുന്നത്. നിയമപരമായ വലിയ പ്രശ്നങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വൈസ് ചാൻസലർ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോകരുതായിരുന്നു. അവിടെ ലോ ഓഫീസറുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ ചോദിക്കണമായിരുന്നു. അല്ലെങ്കിൽ ആ ഒപ്പീനിയൻ തൃപ്തികരമല്ലെങ്കിൽ വെളിയിലെ ഏതെങ്കിലും നല്ല അഡ്വക്കറ്റിൻ്റെ അഡ്വൈസ് സ്വീകരിക്കണമായിരുന്നു. അതിനൊക്കെ പ്രൊവിഷൻ ഉണ്ട് വൈസ് ചാൻസലറുടെ കയ്യിൽ. പക്ഷെ അതൊന്നും സ്വീകരിക്കാതെ അദ്ദേഹം സ്വയം ഒരു തീരുമാനമെടുത്ത് അബദ്ധത്തിൽ ചാടിയ പോലെ എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വൈസ് ചാൻസലർക്ക് അധികാരമില്ല. ഒരു ഡിസിപ്ലിനറി കമ്മിറ്റിയുടെ റിപ്പോർട്ട് അദ്ദേഹത്തിന് വേണേൽ ക്യാൻസൽ ചെയ്യാം. ഇവിടെ അതല്ല, ഒരു കൊലപാതകത്തിലേക്ക് പോയ ഒരു സംഭവമാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. അതിലേക്ക് തൊടാനായിട്ട് വൈസ് ചാൻസലർക്ക് അധികാരമില്ല. ക്രിമിനൽ കുറ്റമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിൽ തീരുമാനം എടുക്കേണ്ടത് പോലീസാണ്. അത് അന്വേഷണം നടക്കുകയാണ്. മുഖ്യമന്ത്രി അത് ഇപ്പോൾ CBIക്ക് കേസ് കൊടുക്കുന്നതിന് തടസ്സമില്ല എന്ന് കൊല്ലപ്പെട്ട സിദ്ധാർത്ഥന്റെ അമ്മയുടെ അപ്പൻ്റെ അടുത്തും വാക്ക് കൊടുത്തു. അതനുസരിച്ച് CBIക്ക് കേസ് കൊടുക്കുന്നതിന് ഓർഡർ ഇടുകയും ചെയ്തു. ഈ ഒരു സന്ദർഭത്തിലായ വൈസ് ചാൻസലർ പി സി ശശീന്ദ്രന്റെ ഈ നടപടി അത് തെറ്റായ ഒരു നടപടിയാണ്. അദ്ദേഹം സ്വയം കുഴി തോണ്ടിയോ എന്നൊരു സംശയമുണ്ട്. കേരള പോലീസ് അന്വേഷിക്കുന്ന ഒരു കേസിനകത്ത് അതിനകത്ത് അവിടെയുള്ള ഡീൻ ഉൾപ്പെടെയുള്ളവരെല്ലാം 120B പ്രതിയാണ്. അവരെ പ്രതിയാക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു പരിതസ്ഥിതിയിൽ വൈസ് ചാൻസലർക്ക് സ്വയം ഒരു തീരുമാനം എടുക്കാൻ ഈ കാര്യത്തിൽ ക്രിമിനൽ കേസും ക്രിമിനൽ സ്വഭാവമുള്ള സംഭവങ്ങളുമായിട്ട് തീരുമാനം എടുക്കാൻ വൈസ് ചാൻസലർക്ക് അധികാരമില്ല. ആന്റി റാഗിംഗ് എന്ന് പറയുന്നത് ആന്റി റാഗിംഗ് ആക്ട് അനുസരിച്ചല്ല, വളരെ ചെറിയ മൈനറായ കുട്ടികളുടെ ഇൻഡിസിപ്ലിനാണ് റാഗിങ് സമയത്ത് നമ്മൾ കാണുന്നതും. അതിനെതിരായിട്ട് ആന്റി റാഗിംഗ് കമ്മിറ്റി അത് റിപ്പോർട്ട് എൻക്വയറി നടത്തുന്നതും റിപ്പോർട്ട് വൈസ് ചാൻസലർക്കോ അല്ലെങ്കിൽ അവിടുത്തെ ലോ ഡിപ്പാർട്ട്മെന്റൊക്കെ കൊടുക്കുന്നത്. അത് സാധാരണഗതിയിൽ അങ്ങനെയുള്ള മൈനറായ കാര്യങ്ങൾ കുട്ടികളെ കാണിക്കുന്നത്, കുറ്റങ്ങൾ കാണിക്കുന്നത് ക്ഷമിക്കാനുള്ള അവകാശം അത് വൈസ് ചാൻസലർക്കും അവരെ പഠിപ്പിക്കുന്ന സാറുമാർക്കും ഉണ്ട്. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ അത് കൈവിട്ടു പോയ ഒരു കളിയായിരുന്നു. ആന്റി റാഗിങ് കുറെ 5-8 മാസമായിട്ട് തുടങ്ങി അതിന്റെ അവസാനം ആ കുട്ടിയെ കൊലപ്പെടുത്തി 302 വന്നു. അപ്പൊ അതിനകത്ത് സാറുമാര് ആ SFI വിദ്യാർത്ഥികളെ മറ്റു വിദ്യാർത്ഥികളെയും സപ്പോർട്ട് ചെയ്തതിന് അവരും പ്രതിയായിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലെ വൈസ് ചാൻസലറുടെ ഈ നടപടി തീർച്ചയായിട്ടും ഒരു ക്രിമിനൽ വയലേഷൻ തന്നെയാണ്. അദ്ദേഹം പ്രതിയാകാനുള്ള സാധ്യത വളരെയധികം കൂടി വരികയാണ്. കാരണം ഗൂഢാലോചനയ്ക്ക് അദ്ദേഹത്തിന് പങ്കുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പോലീസ് നിശ്ചയിച്ചിരിക്കുന്ന പ്രതികളെ അവരെ ഡിസിപ്ലിനറി ആക്ഷനിൽ നിന്ന് കുറയാൻ എന്ത് അധികാരമാണ് ഒരു വൈസ് ചാൻസലർ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം കാണിച്ച നടപടി എന്തായാലും വലിയ തെറ്റായി പോയി. അദ്ദേഹം സ്വയം കുഴി തോണ്ടി എന്ന് ഞാൻ പറഞ്ഞ പ്രതിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 120Bയിൽ അദ്ദേഹം പ്രതിയാണ്. പോലീസ് കണ്ടെത്തിയ പ്രതികളിലെ അവരുടെ കുറ്റം കുറവ് കാണിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ട് അത് പ്രോസിക്യൂഷൻ കേസിന് വലിയ ദൂഷ്യം ചെയ്യും. സിദ്ധാർത്ഥന്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട കേസിന് അത് വലിയ ദൂഷ്യം ചെയ്യും. കാരണം കോടതിയിൽ വരുമ്പം വൈസ് ചാൻസലർ സാക്ഷിയാവും, വൈസ് ചാൻസലറുടെ റിപ്പോർട്ട് എക്സിബിറ്റ് ആയിട്ട് കോടതിയിൽ കാണിക്കുകയും ചെയ്യും. അപ്പം പ്രതികളുടെ ഗ്രാവിറ്റി, ചെയ്ത കുറ്റത്തിന്റെ ഗ്രാവിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയായി പോയി വൈസ് ചാൻസലറുടെ ആ റിപ്പോർട്ട്. 120Bയിൽ അദ്ദേഹം പ്രതിയാകാം, അബറ്റ്മെന്റ് ടു കമ്മിറ്റ് സൂയിസൈഡിലും പ്രതിയാകാം, 306-ലും അദ്ദേഹം പറയാം, 120Bയിലും പ്രതിയാകാം. അതുകൊണ്ട് ഈ കേസിനകത്ത് മറ്റൊരു ചില മാനദണ്ഡം കൂടെ ഉണ്ട്. പോലീസ് കണ്ടെത്തിയ എവിഡൻസ് ആ തെളിവ് നശിപ്പിക്കാനായിട്ട് 201 കുറ്റം കൂടെ അദ്ദേഹം ചെയ്തിരിക്കുന്നു. 3 കുറ്റത്തിൽ അദ്ദേഹം പ്രതിയാവും, അദ്ദേഹത്തിന് പ്രതിയാക്കേണ്ടി വരും. 120Bയിലും 201 IPCയിലും അതുപോലെ തന്നെ 306-ലും അദ്ദേഹം പ്രതിയാകാം. മറ്റുള്ള ഡീൻ ഉൾപ്പെടെയുള്ളവരെ നടപടികളെ അവർക്കെതിരായിട്ട് എടുക്കുന്ന നടപടി വൈസ് ചാൻസലർക്ക് ഇപ്പം ബാധകമായി. അദ്ദേഹം ചെയ്ത ഈ ഒരു തെറ്റ് അവിടുത്തെ ലോ ഓഫീസറുടെ അടുത്ത് അദ്ദേഹം ചോദിച്ചിട്ടില്ല
എന്നാണ് മനസ്സിലായത്. അദ്ദേഹം സ്വന്തമായ ഒരു തീരുമാനമെടുത്തു, രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ടായിരിക്കാം. അതിനകത്ത് പ്രതി ചേർക്കേണ്ട ഒരു വിദ്യാർത്ഥിയുടെ പിതാവ് രാഷ്ട്രീയ സ്വാധീനമുള്ളവരാണ്, അതുകൊണ്ടാണ് ഈ നടപടിയിലേക്ക് പോയത് എന്നൂടെ പത്രവാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇതുമായിട്ടനുബന്ധിച്ച് ഈ ഒരു പൂക്കോട്ടെ ഈ വിദ്യാർത്ഥിയുടെ മരണം അനുബന്ധിച്ച് ചില യൂട്യൂബ് ചാനലിൽ ജാമിദ ടീച്ചർ ചില റിമാർക്കുകൾ നടത്തി. അതിനെതിരായിട്ട് വൈത്തിരി പോലീസ് ഇപ്പം കേസ്, മതസ്പർദ്ധ വരുത്താൻ ഉതകുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ജാമിദ ടീച്ചർ നടത്തി എന്നുള്ളതുകൊണ്ട് അവർക്കെതിരായിട്ട് ഇപ്പോൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വൈത്തിരി പോലീസ് സ്റ്റേഷൻ. അത് ഇതുമായിട്ട് കണക്റ്റഡ് ആണ്, ഈ സിദ്ധാർത്ഥന്റെ മരണവുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പം പൊതുവെ നോക്കിക്കഴിയുമ്പം ഇതിനകത്ത് അവിടെയുള്ള ടീച്ചേഴ്സും അവിടെയുള്ള ആ സർവകലാശാലയുടെ ഒരു വ്യക്തിയും പോലീസിന്റെ അന്വേഷണം നടക്കുന്ന ഒരു സംഘത്തിന് ഒരു സംഭവമായിട്ട് കണക്ട് ചെയ്ത് അതിൻ്റെ അകത്ത് ഇന്റർഫിയർ ചെയ്യാതെ മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. അവർക്കൂടെ അതിനകത്ത് പങ്കുണ്ട് എന്ന് പോലീസ് ചിന്തിക്കേണ്ടി വരും. ഇപ്പൊ തന്നെ വൈസ് ചാൻസലർ എൻ്റെ കണക്കനുസരിച്ച് 120B അനുസരിച്ച് ഒരു കുറ്റം ചെയ്തിരിക്കുന്നു, 201 IPC അനുസരിച്ച് കുറ്റം ചെയ്തിരിക്കുന്നു, 306 IPC പ്രകാരമുള്ള കുറ്റം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ആ റിപ്പോർട്ട് അദ്ദേഹം റദ്ദ് ചെയ്തതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്.